ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ആരെയും വീഡിയോ ചെയ്ത് വിറ്റ് ഭക്ഷണം കഴിക്കാനോ ഒന്നും ഞാൻ ഒരിക്കലും അതിന് ശ്രമിച്ചിട്ടുമില്ല. എൻ്റെ വിഷമങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൂ. കാരണം അങ്ങനെ പറയുന്ന ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും എൻ്റെ വിഷമങ്ങളും മാത്രമാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അല്ല ഞാൻ ഒരാളെ പരസ്യമായിട്ട് ചീത്ത പറയുകയോ ഇല്ലെങ്കിൽ വേറെ അനാവശ്യം പറയുകയോ, ഒരു വ്യക്തികളെ ഞാൻ അതിൽ അനാവശ്യം പറയുകയോ പരസ്യമായിട്ട് ചീത്ത വിളിക്കുകയോ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. അന്നേരം ഞാൻ അവരെ യൂട്യൂബിൽ വിറ്റ് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് മോശത്തരമാണ് ആ ഒരു വാക്ക് എന്നോട് എന്നോട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ആ ഒരു വാക്ക് എത്രത്തോളം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആ പറഞ്ഞ വ്യക്തിക്ക് അതൊരിക്കലും മനസ്സിലാകില്ല. കാരണം എൻ്റെ ഈ 19 വയസ്സുള്ള ഇത്രയും ജേർണിയിൽ ഇന്നെനിക്ക് 43 വയസ്സ് കഴിയാൻ പോകുന്നു. അത്രയും വയസ്സിനിടയ്ക്ക് ഞാൻ ഒരിക്കലും ഒരാളെയും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാനോ ഒന്നിനും ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അത് പറയുമ്പം അതെനിക്ക് അത്രയ്ക്ക് വിഷമം ഫീലിങ്സ് വന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീണ്ടും ഇത് ചെയ്യുന്നത്. കാരണം ഞാനിതെല്ലാം എന്താ പറയുന്നത്, ഞാനിത് ആരോടാണോ പറയുന്നത് അവരത് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്തത്. അല്ലാതെ ഞാൻ അവർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കിതിൽ ഫോളോവേഴ്സ് കൂടിയോ എനിക്കിതിൽ നിന്ന് വരുമാനം വരികയോ ഇല്ല ഞാൻ ഇതുകൊണ്ട് വലിയ പണക്കാരിയാകുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഒരിക്കലും ഇല്ല. ഞാൻ ആരോടും ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തികളോടും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വിഷമങ്ങളാണ് ഞാൻ ഈ വന്നിരുന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്, ഏതർത്ഥത്തിലാണ് ഇതിങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ അവരെ ആരെയും വിറ്റ് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, എനിക്കതിൻ്റെ ആവശ്യമില്ല. അന്നും ഞാൻ ഒറ്റയ്ക്കാണ്, ഇന്നും ഞാൻ ഒറ്റയ്ക്കാണ്. ആരുടെ ഒരു സപ്പോർട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യരെ കൊണ്ടും എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റെ സ്വന്തം നിലനിൽപ്പിൽ തന്നെയാണ്. അതെനിക്ക് എവിടെയും അന്തസ്സായിട്ട് നിങ്ങളോട് പറയാം. ഈ പറഞ്ഞത് എന്തിൻ്റെ അർത്ഥത്തിലാണെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഇല്ലെങ്കിൽ സഹോദരിമാർക്കും ഇല്ലെങ്കിൽ എന്നെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം, എല്ലാവർക്കും അറിയാം ഞാൻ ആരെയും ഇതിൽ ദുഷിപ്പെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം ഞാൻ ഷെയർ ചെയ്ത്, അതിന് ഞാൻ ആരെയും വിറ്റ് ഇതിൽ പൈസ ഉണ്ടാക്കി ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്തോട്ടെ എന്നാണ് ആ ഒരു വർത്തമാനത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. എന്നെ കുറ്റം പറയണമെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അല്ലാതെ പാരാത്രിക്കും 12 മണിക്കും 1 മണിക്കും ഓരോ ആൾക്കാർ തമ്മിൽ സംസാരിച്ചിട്ട് എന്നെ അതിലേക്ക് പിടിച്ച് ഇടരുത്. കാരണം എത്രയ്ക്കായാലും ഞാൻ അവരുടെ ആരായിരുന്നു എന്നൊന്ന് ചിന്തിക്കണം. എപ്പോഴാണ് അത് ചിന്തിക്കണം, ഞാൻ അവരുടെ ആരായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് പറയുന്നത് അറിയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഫീലിങ്സ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ എന്നെക്കുറിച്ച് അത്രയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്കത് വിഷമമാവും കേൾക്കുമ്പോൾ. ഞാൻ അത്ര വലിയ ദ്രോഹമൊന്നും ആരോടും കാണിച്ചിട്ടില്ല. ഞാൻ ആരെയും വിറ്റ് കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആരും ദൈവത്തെ ഓർക്കരുത്. എന്നോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് തിരിച്ച് എന്നോട് ഫൈറ്റ് ചെയ്യും. അല്ലാതെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ വിളിച്ച് ഫോൺ ചെയ്ത് എന്നെ കുറ്റം പറയുന്നതല്ല മര്യാദ. ഞാൻ അവരെ പറയുന്നെങ്കിൽ അത് ഞാൻ അവരുടെ ആരാണെന്ന് അവർ ചിന്തിക്കുക. എനിക്കതുള്ള അവകാശമുണ്ട്. ഇല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റെന്താണ്, എനിക്കത് പൂർണ്ണമായിട്ട് എൻ്റെ മനസ്സിൽ അത്രയും വേദനിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ആ വ്യക്തികളുടെ പേരോ ഇല്ലെങ്കിൽ ആരാണെന്നോ ഒന്നും, ഞാൻ ആരെക്കുറിച്ച് ഒരു തെറ്റായിട്ട കാര്യങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇരുന്ന് പറഞ്ഞിട്ടില്ല. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ 2012-ലാണ്. ഞാൻ ജീവിതത്തിൽ നിന്ന് ഒത്തിരി ഒളിച്ചോടി ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അല്ലാതെ ഈ പറയുന്ന കണക്ക് ഞാൻ ആരെയും വിറ്റ് പൈസ ആക്കിയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ യൂട്യൂബിൽ എവിടെയാണ് നിങ്ങളെ വിറ്റ് പൈസ ആക്കിയത്? എനിക്കത് പറഞ്ഞതാ. എനിക്കെൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോടെങ്കിലും പറയണ്ടേ?
ഒന്ന് പറ, എനിക്ക് ആരോടെങ്കിലും പറയണ്ടേ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ? ഞാൻ അതിലേ ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഞാൻ കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ കാരണം ഞാൻ പറയുന്നത് കേട്ട് അവരെ ആൾക്കാർ ഫോളോ ചെയ്ത് അവരെ ചീത്ത പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല. ഈ വന്ന എല്ലാ സഹോദരങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് മാത്രമേ അവരെന്നോട് സംസാരിച്ചിട്ടുള്ളൂ. അതുപോലും മനസ്സിലാക്കാതെ അവർ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഞാൻ അവരിൽപ്പെട്ട ഒരു വ്യക്തികളെയും വിളിക്കാറില്ലല്ലോ. വിളിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ വിളിച്ച് സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. അവർക്കൊക്കെ സംസാരിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ട് കാര്യങ്ങൾ പറയുക. അല്ലാതെ എന്നെ അതിൽ കുറ്റപ്പെടുത്തി ഞാനതറിയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഫീലിങ്സ്, വിഷമങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ഞാൻ അവർക്കൊരു ദ്രോഹവും ചെയ്തില്ലല്ലോ. അവരാണ് എനിക്ക് ദ്രോഹം ചെയ്തത്. ഞാൻ അവർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല. അപ്പോൾ പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഞാൻ ആരെയും എൻ്റെ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ എൻ്റെ ഫേസ്ബുക്കിലോ ആരെയും ഞാൻ വിറ്റ് ജീവിച്ചിട്ടില്ല. എനിക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിലുണ്ട്. അവരോട് ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ ഞാൻ ആരെയും വിറ്റ് കോടീശ്വരനാവാനോ അല്ലെങ്കിൽ കോടീശ്വരി ആവാനോ ഇല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് മേടിക്കാനോ ഒന്നും പോകുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന എൻ്റെ വിഷമങ്ങളും എൻ്റെ കുക്കിംഗ് വീഡിയോയും അതൊക്കെ തന്നെയാണ് ഞാനിതിലിടുന്നത്. അല്ലാതെ ഒരാളെക്കുറിച്ച് അത്രയും മോശമായ രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികളെ എന്തെങ്കിലും ഒരു രീതിയിൽ മോശം വാക്കുകളോ തെറികളോ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ആരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ വഴിക്ക് വിട്ടുതരാം. ഞാൻ ആരെയും വിറ്റ് എൻ്റെ ഫോണിൽ പൈസ ഉണ്ടാക്കാനിരിക്കുന്ന ആളല്ല. അതുകൊണ്ട് അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എൻ്റെ തലയിൽ കൊണ്ടിടരുത്. ദൈവത്തെ ഓർത്ത് എന്നെ ഉപകാരം ഇല്ലെങ്കിലും എന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് എന്നെ നാറ്റാൻ വരരുത്. ഞാൻ നിങ്ങളുടെ ഒരു ഉപദ്രവത്തിനോ ഒന്നും നിങ്ങളുടെ ഒരു ഉപകാരം മേടിക്കാൻ പോലും ഞാൻ വരത്തില്ല. മരിക്കും കാലം വരെ വരത്തില്ല. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ളവർ ആൾക്കാരത്തെ വിളിച്ച് എന്നെ ഇങ്ങനെ ദൂഷിക്കാതെ നിങ്ങൾക്ക് പരസ്പരം പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അല്ലാതെ എൻ്റെ കുറ്റങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ എന്നെ വിറ്റ് പൈസയാക്കട്ടെ. ഞാൻ ആരെയും വിറ്റ് പൈസയാക്കുന്നില്ല. പിന്നെ കുറേ അമ്മമാരത് കണ്ടു. അവരെനിക്ക് സപ്പോർട്ട് ചെയ്തത് അതും ആ വ്യക്തിനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. വിഷമം കൊണ്ടാണ്. കാരണം ഒരമ്മേനെ ഒരു മക്കളും ഇങ്ങനെ ദ്രോഹിക്കരുത്. ഞാൻ അവരെ ദ്രോഹിച്ചതല്ല. ഞാൻ എൻ്റെ വിഷമങ്ങൾ അത് നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കേട്ട് നോക്കൂ. ഞാൻ നിങ്ങളുടെ പേരോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സ്വയം ചിന്തിച്ച് നോക്ക്, നിങ്ങളൊക്കെ ചെയ്തത് ശരിയാണോ? ഒരു വട്ടമൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്ക്, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ എനിക്കിത് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങളെ വിറ്റോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ വിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഫാമിലിയെ വിറ്റോ എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു നേരം ആണെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് സന്തോഷത്തോടെ സമാധാനത്തോടെയാണ്. അങ്ങനെ മനസ്സിലാക്കുക. അല്ലാതെ ആരെയും പറ്റിച്ചോ വെട്ടിച്ചോ ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞോ ഇല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് കപടനാടകം കളിച്ചോ ഒന്നുമല്ല. അധ്വാനിച്ച് തന്നെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഞാൻ ഒന്നിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യരുടെ അടുത്തും ചെന്ന് കള്ളത്തരങ്ങൾ പറഞ്ഞ് ബാങ്ക് ബാലൻസ് കൂട്ടുകയോ പൈസ മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കുക. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലോ ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോട്ട്. ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യാൻ വരത്തില്ല, തിരിച്ച് നിങ്ങളും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.